ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഇതുമാത്രം ഭീതികളാണ് ഈ ചെറിയ പ്രാണനെ വലിഞ്ഞു മുറുക്കുന്നത്. അതിൽ നിശ്ചയമായും നിരാശത്തിൻ്റെ ഭീതി ഉണ്ടാവും. റിജക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള ഒരു തോന്നൽ, ഒരു ആൻറ്റിസിപ്പേഷൻ. ചെറിയ പ്രായത്തിൽ കളിപ്പാട്ടങ്ങൾ ചോദിച്ചിട്ടില്ല, മുതിർന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടങ്ങൾ പറഞ്ഞിട്ടില്ല, ഒരവധി ചോദിക്കാൻ പോലുള്ള ധൈര്യമില്ല. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതനം ഒന്നിനും ഉതകുന്നില്ലെന്നറിയുമ്പോഴും ഒരു സാലറി ഹൈക്ക് ചോദിക്കാനായിട്ടുള്ള ഗട്ട്സില്ല. ഇതിൻ്റെ വാതിൽ കൊട്ടാനുള്ള ധൈര്യം പോലുമില്ല. ഞാൻ വിചാരിക്കുന്നു പല അളവുകളിൽ, പല ഫ്രീക്വൻസിയിൽ മിക്കവാറും എല്ലാവരും ഈ ഒരു ഭയത്തിൽ പങ്കുചേരുന്നുണ്ട്. നമുക്കതിന് കാരണമുണ്ട്. ഒരു വലിയൊരു റിജക്ഷനുമായിട്ടായിരുന്നു നമ്മുടെ പിറവി. എന്തൊരു സുഖതമായ ജീവിതമായിരുന്നു. ഇളവയിൽ പുഴയിലെന്ന പോലെ, ആ പുഴയിലെ പരൽമീനിലെന്ന പോലെ നീന്തിത്തുടിച്ചിരുന്ന, അമ്നോട്ടി ദ്രവത്തിൽ നീന്തിത്തുടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. നമ്മുടെ ഗർഭപാത്രമായിരുന്നു അത്. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമില്ല, കാതടപ്പിക്കുന്ന ശബ്ദങ്ങളില്ല, എല്ലാം നമുക്ക് വേണ്ടി മാത്രം ക്രമീകരിക്കപ്പെട്ടിരുന്നു. അവിടെ നിന്ന് എവിടേക്കാണ് നമ്മൾ പുറന്തള്ളപ്പെട്ടത്? ശബ്ദം, വെളിച്ചം, ആരവം, ഇതൊക്കെ ഭയങ്ങളാണ് നമുക്ക് ഇനി കൂടെ വരാൻ പോകുന്നത്. വാസ്തവത്തിൽ ആ ഒരു ഇടത്തിൽ നിന്ന് ആരംഭിക്കുന്നു നമ്മുടെ റിജക്ഷനുമായി ബന്ധപ്പെട്ട ഭീതികളെന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത്. പിന്നീട് പല രീതിയിൽ നമ്മളിതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. നമുക്കിത്തരം ഓർമ്മകളിൽ, ഇത്തരം വിചാരങ്ങളിൽ ഒരൊറ്റ റെഫറൻസേ ഉള്ളൂ. അതാ മരപ്പണിക്കാരനാണ്. അയാളെക്കുറിച്ച് യെശയ്യാ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതെന്നൊരു വാക്കുമായിട്ടാണ്. നമുക്കറിയാം 400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു യെശയ്യാ. പക്ഷേ യേശുവിനെ ഏറ്റവും ഭംഗിയായിട്ട് തൻ്റെ മനക്കണ്ണിൽ കണ്ടത് ഈ മനുഷ്യനാണ്. അയാൾ കൊടുക്കുന്ന വിശേഷണമാണ് നമ്മൾ സൂചിപ്പിച്ചത്, ദ റിജക്റ്റഡ് വൺ, ഉപേക്ഷിക്കപ്പെട്ടവൻ. അതിൻ്റെ പിറവി തൊട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ. ഒറ്റവാക്കിൽ വേണമെങ്കിൽ വേദപുസ്തകം അത് നമുക്ക് പറഞ്ഞു തരും. അവൻ തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു, അവരവനെ ഉപേക്ഷിച്ചു. റിജക്റ്റഡ്. പിന്നെ സത്രങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നു. പിറവിയൊക്കെ എങ്ങനെയാണ് വസ്തുതല? ക്രിസ്മസ് കാലം എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ കൊട്ടിയടക്കപ്പെട്ടതിൻ്റെ ഓർമ്മ, അതിൻ്റെ മുഴക്കം കൂടിയുള്ള രാവുകളാണ്. നിറവേറുള്ള ഒരു സ്ത്രീ, അവളുടെ തൊഴിലാളിയായ ഭർത്താവ്, ഇങ്ങനെ ഒരു രാത്രിയിൽ ഇങ്ങനെ എല്ലാ സത്രങ്ങളും കൊട്ടുകയാണ്. ഒന്ന് തുറന്നു നോക്കിയിട്ട് ആ സത്രങ്ങളൊക്കെ തുറന്നതിനേക്കാൾ വേഗത്തിൽ വലിച്ചടക്കുക. അങ്ങനെ അടച്ച സത്രങ്ങളുടെ കൊണ്ട് മുഖരിതമായ ഒരു രാവിലാണ് അവൻ പിറക്കുന്നത്. പിന്നീട് പലയിടങ്ങളിലായിട്ട് ആ നിരാശത്തിൻ്റെ കഥകൾ നമ്മൾ വായിക്കുന്നു. സിനഗോഗിൽ ചെന്നിട്ട് ഈ പ്രവചനങ്ങൾ എന്നിൽ പൂർത്തിയായെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളുടെയൊക്കെ ഭാഷയിൽ യേശുവിൻ്റെ എൻട്രി ആരംഭിക്കുമ്പോൾ, പരസ്യത്തിലെ എൻട്രി ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഒടുവിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, അവൻ റിജക്റ്റ് ചെയ്യപ്പെടുക, അവനെ തള്ളി താഴേക്കിടാനായിട്ട് അവർ ശ്രമിക്കുക. അവനവരുടെ ഇടയിലൂടെ രക്ഷപ്പെട്ടെന്നോ മറഞ്ഞു പോയെന്നോ ഒക്കെ ഉള്ളൊരു മറ്റുള്ള വാക്കാണ് പിന്നീട് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഉടനീളമുണ്ട് ഈ റിജക്ഷൻ. അവൻ്റെ വാക്കുകൾക്കെതിരായിട്ടുള്ള റിജക്ഷനൊക്കെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മുഴങ്ങുന്നുണ്ട്. ഇത്തരം റിജക്ഷനകത്ത് ഏറ്റവും കഠിനമായ റിജക്ഷൻ എന്ന് പറയുന്നത് ഈ ദൈവത്താൽ റിജക്റ്റ് ചെയ്യപ്പെട്ട എന്നൊരു ബോധമായിരുന്നു. മനുഷ്യർ എന്നുള്ള റിജക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് താങ്ങാം. അതൊരു പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവമായിട്ടോ അവൻ്റെ ഒരു ബലഹീനതയായിട്ടോ ഒക്കെ, അവൻ്റെ ഒരു വൾണറബിലിറ്റി ആയിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എണ്ണിയെടുക്കാൻ പറ്റും. പക്ഷെ ദൈവം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ മുങ്ങിത്തുടങ്ങുന്നവൻ്റെ അവസാനത്തെ വൈക്കോൽ തുരുവിൻ്റെ പേരാ ദൈവം എന്ന് പറയുക. അതിലായിരുന്നു ഈ ചെറുപ്പക്കാരൻ ഏറ്റവും ശക്തമായിട്ട് പിടിച്ചത്. പക്ഷേ അതിനെപ്പോലും ഉലച്ച് കളയുന്ന ഒരു അനുഭവത്തിലാണ് പതുക്കെ വേദപുസ്തകം അതിൻ്റെ ആ ഒരു അവസാനത്തെ ഭാഗത്തിലേക്ക് എത്തുന്നത്. ഏൽ ലാമാ ശബക്താനി, എൻ്റെ ദൈവമേ എന്തിന് നീ എന്നെ ഉപേക്ഷിച്ചു? നീ എന്നെ എന്നല്ല വായിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നീ ഉപേക്ഷിച്ചു എന്നുള്ള. അപ്പം അത്രയും റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ നമ്മുടെ റിജക്റ്റഡായ അനുഭവങ്ങളെ കുറേ കൂടി കുലീനമായിട്ട് കാണാനായിട്ട്,
കുറേ കൂടി പ്രകാശമുള്ളതായിട്ട് കാണാനായിട്ട് സഹായിക്കണം. നമ്മുടെ അനുഭവങ്ങളാവും പങ്കുചേർന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. പക്ഷെ അത്ര ആശ്വാസം മാത്രം പോരാ. ഇത്തരം റിജക്റ്റ് അനുഭവങ്ങൾ അവൻ എങ്ങനെ കുലീനമാക്കിയെന്നുകൂടി നമ്മൾ ഓർത്തെടുത്താൽ മാത്രമേ ഇങ്ങനെ വാടാതെയും വെയിലത്ത് വാടാതെയും തീയിൽ കരിയാതെയും ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള സാധ്യതകൾ തുറന്ന് കിട്ടുന്നുള്ളൂ. നമുക്കറിയാം, വലിയൊരു സമാധാന വചനമുണ്ട് വേദപുസ്തകത്തിൽ. എന്താണത്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായിട്ട് മാറുന്നു. എന്തൊരാശ്വാസം അത് വാസ്തവത്തിൽ. എല്ലായിടത്തും റിജക്റ്റ്. ഒരു പഴയ കാലമാണ്, അങ്ങനെ ഓരോ കല്ലെടുത്ത് നോക്കിയിട്ടാണ് ഈ മെയ്സൺസ് പണിയിലേർപ്പെട്ടെന്നാണ് പറയുക. അതിൻ്റെ പശ്ചാത്തലമൊക്കെ പഠിക്കുമ്പോൾ നമ്മളങ്ങനെ ആ ഒരു കാലത്തിൻ്റെയൊക്കെ സ്വഭാവവും പ്രത്യേകതകളൊക്കെ വായിച്ചെടുക്കും. ഓരോ കല്ലും പ്രധാനപ്പെട്ട. അതെങ്ങനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരു കെട്ടിട നിർമ്മാണത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത് ചെയ്യാറില്ല സ്വാഭാവികമായിട്ട്. എന്നിട്ടും എങ്ങും ഉതകാത്തൊരു കല്ല്. അതുകൊണ്ടാണല്ലോ റിജക്റ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഇതേ കല്ല് ഇതേ ഭവനത്തിൻ്റെ മൂലക്കല്ലായിട്ട് മാറുന്നു. മൂലക്കല്ലെന്ന് പറയുന്നത് രണ്ട് വശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു ക്യാപ് സ്റ്റോണാണ്. അങ്ങനെയും ആ വാക്ക് പറയാറുണ്ട്. കോർണർ സ്റ്റോൺ എന്ന ക്യാപ് സ്റ്റോൺ എന്ന് പറയും. വാസ്തവത്തിൽ രണ്ട് കാര്യങ്ങളെ ലിങ്ക് ചെയ്യുന്ന, അതുവഴി ആ പുതിയ ഭവനത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ സഹായിക്കുന്നൊരു കല്ലിൻ്റെ പേരാണ് ഈ മൂലക്കല്ല്. ഒരിക്കൽ അവഗണിക്കപ്പെട്ട മനുഷ്യർ, ഒരിക്കൽ തള്ളിപ്പറയപ്പെട്ട മനുഷ്യർ, ഒരിക്കൽ വേണ്ടെന്ന് വെച്ച മനുഷ്യരൊക്കെ പിന്നീട് പുതിയ ഭവന നിർമ്മിതിയിൽ, പുതിയ കാലത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ ഭവന നിർമ്മിതിയിൽ ഇങ്ങനെ അടിസ്ഥാന കല്ലൊക്കെ ആയിട്ട് മാറുന്നു, മൂലക്കല്ലായിട്ട് മാറുന്നൊക്കെ ഉള്ളത് മനുഷ്യനിലും ഉള്ള വിശ്വാസമാണ്. മനുഷ്യരെ എന്തൊക്കെയായിട്ട് പരിണമിപ്പിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സുവിശേഷവും സാക്ഷ്യവുമൊക്കെ. നമ്മുടെ തന്നെ ചെറിയ ജീവിതത്തിനകത്ത് നമുക്ക് ഇത് വൗച്ച് ചെയ്യാനായിട്ട് എന്തുമാത്രം ഇൻസിഡൻസാണ് ഉള്ളത്. നമ്മൾ അവഗണിച്ച ചില മനുഷ്യരൊക്കെ പിന്നീട് തങ്ങളുടെ ദേശത്തിൻ്റെയോ വീടിൻ്റെയോ ഒക്കെയോ അടിസ്ഥാന ശിലയായിട്ട് അല്ലെങ്കിൽ മൂലക്കല്ലൊക്കെ ആയിട്ട് മാറി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ വലിയൊരു കുറ്റബോധത്തോട് ഓർമ്മിക്കുന്നത്, കുറച്ചു കാലം ഞങ്ങളുടെ ആശ്രമത്തിലെ സന്യാസികളുടെ ഫോർമേഷന് സഹായിച്ചിട്ടുണ്ട്. അത്തരം കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്രീക്വൻസിക്ക് നിരക്കുന്ന ചിലരെ മാത്രമേ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളൂ. മറ്റുള്ളവരെ അവഗണിച്ചു എന്നുള്ള അർത്ഥമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും അവർക്ക് കൊടുക്കേണ്ട ഒരു അറ്റൻഷനോ മൂല്യമോ ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് പേരെങ്കിലുമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെന്നൊക്കെ ഒരു വല്ലാത്തൊരു കുറ്റബോധവും തോന്നലുമൊക്കെ ഈ ഒരു മധ്യവയസ്സിൽ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ആ ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്നൊക്കെ ഓർക്കുമ്പോൾ ഇതൊരു പ്രകാശമുള്ള മക്കളായിട്ടാണ് അവരിപ്പോൾ നിലനിൽക്കുന്നത്. ഇതുമാത്രം എമ്പതിയുള്ള മനുഷ്യരായിട്ട് അവർ പരിണമിച്ചത്. അതിലൊരാളെ ഒരു വല്യച്ഛനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം വല്യച്ഛനെ കാണാനായിട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇങ്ങനെ ആ ആശ്രമത്തിൽ ഈ പ്രായമുള്ള വല്യച്ഛനെ സഹായിക്കുന്നത് ഒരുപക്ഷെ ആ പഠനകാലത്ത് ഞാൻ കാര്യമായിട്ട് ശ്രദ്ധ പുലർത്താതെ പോയ, തീരെ ശ്രദ്ധിക്കാതിരുന്ന ആ ചെറുപ്പക്കാരനാണ്. സ്വന്തം പേരൻസിനെ മക്കൾ ഇത്രയും സ്നേഹത്തോടുകൂടി നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രയും സ്നേഹത്തോടുകൂടെയാണ് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഈ മനുഷ്യനെ ശോധന ചെയ്യാൻ സഹായിക്കുക. അക്ഷരാർത്ഥത്തിൽ ശബ്ദം ചെയ്യാനല്ല, ശോധന ചെയ്യാൻ സഹായിക്കുക. ഇതൊക്കെ ഒരു പക്ഷേ നമ്മളൊന്നും ചെയ്തിട്ടില്ല വാസ്തവത്തിൽ. ആരായിരുന്നു ഈ പറഞ്ഞ മനുഷ്യരൊക്കെ? ഇവരൊക്കെ എന്തായിട്ടാണ് പരിണമിച്ചിരിക്കുന്നത്? ഇവരാണ് വാസ്തവത്തിൽ മൂലക്കല്ലായിട്ട് മാറുന്നത്. ഇവരാണ് ബ്രിഡ്ജ് ചെയ്യുന്നത്. ഇവരാണ് കാര്യങ്ങൾ കുറേ കൂടി ഗുണപരമാക്കുന്നത്. ഇവരാണ് കാര്യങ്ങളെ പുതിയതായിട്ട് കെട്ടിപ്പോക്കുന്നത്. ഇവരൊന്നിനെയും നശിപ്പിക്കുന്നില്ല. ഇങ്ങനെ പതുക്കെ കൺസ്ട്രക്റ്റീവ് ആവുക. ഇപ്പോൾ റിജക്ഷൻ അനുഭവങ്ങളെ ഗുണപരമാക്കാനായിട്ട് ഭൂമിയുടെ ഏറ്റവും റിജക്റ്റായപ്പെട്ട ആ മനുഷ്യൻ നമ്മളെ സഹായിക്കണം. പത്രോസ്ലീഹ തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണല്ലോ. നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി മാറ്റാനായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. സങ്കീർത്തനം 118 ഇതിൻ്റെയൊക്കെ ബേസിക്ക്. യേശു ഇതേ വാക്കുകൾ ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലവും നമുക്കറിയാം. ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് തൻ്റെ സേവകരയച്ച ഒരു യജമാനൻ ഓരോരുത്തരെയും കൊന്നുകളയുക. ഇതിൻ്റെ ടെനൻസ്, അതിൻ്റെ ഒരു തൽക്കാലത്തേക്കുള്ള സൂക്ഷിപ്പുകാർ തൻ്റെ റെപ്രസെൻറ്റീവായിട്ട് ചെല്ലുന്ന എല്ലാവരെയും ഇങ്ങനെ കൊലപ്പെടുത്തുക. ഒടുവിൽ മകനെ തന്നെ അയക്കാൻ, കാരണം മകനെ അവർ റിജക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് മകനെ അയക്കുന്ന മകനും കൊല്ലപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് യേശു ഈ 118 സങ്കീർത്തനത്തിലെ ഈ വരി ആവർത്തിക്കുന്നത്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുമെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ?
അപ്പം അതിനകത്ത് യേശുവിൻ്റെ വിധിയുടെ ഒരു പ്രകാശമുള്ള നിഴൽ കിടപ്പുണ്ട്. തനിക്ക് എന്ത് സംഭവിക്കുമെന്നും ഒടുവിൽ എന്തായിരിക്കും ഇതിൻ്റെ പരിണാമം എന്നുള്ളതിൻ്റെയൊക്കെ ഭംഗിയുള്ള സൂചനകൾ അതിൽ വല്ലാതെ മുഴങ്ങുന്നുണ്ട്. റിജക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം വായിച്ചു. റിജക്ഷൻ പ്രൂഫ് എന്ന് പറഞ്ഞൊരു പുസ്തകം. ജിയാങ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ പേരിൻ്റെയൊക്കെ ഒരു മുഴക്കം കണക്ക്, സൂചന കണക്ക് ചൈനീസ് പശ്ചാത്തലമുള്ള ഒരാളാണ്. US വരുന്നു. ഇയാളുടെയും ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഈ റിജക്ഷനാണ്. ഇതിനെ അയാൾ അഭിമുഖീകരിക്കാനായിട്ട്, ഇതിനെ അതിജീവിക്കാനായിട്ട് ഈ മനുഷ്യൻ കണ്ടെത്തിയൊരു മാർഗം ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും റിജക്റ്റ് ചെയ്യപ്പെടുമെന്നറിഞ്ഞിട്ട്, നിരസിക്കപ്പെടുമെന്നറിഞ്ഞിട്ട് അത്തരം 100 ദിനങ്ങളിൽ ഈ മനുഷ്യൻ ചില കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ധൈര്യപ്പെടുകയാണ്. ആദ്യമൊന്നും അത് അത്ര എളുപ്പമല്ല. നമുക്ക് ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും, ഒന്ന് ചോദിക്കുന്നതിനകത്തൊക്കെ എന്താ കുഴപ്പം. പക്ഷേ റിയൽ സിറ്റുവേഷനിൽ ചോദിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? പഴയൊരു നമ്മുടെയൊക്കെ ഒരു ബാല്യം എടുക്കുക. സ്കൂളിലൊക്കെ പോകാനായിട്ട് അന്ന് ഈ പറയുന്ന ഒരു രൂപയുടെയൊക്കെ ഒരു കോയിനായിരുന്നു വാസ്തവത്തിൽ സ്കൂളിലേക്കുള്ള ബസ് ഫെയർ. കുട്ടികൾക്ക് കിട്ടുന്നൊരു ആനുകൂല്യമായിരുന്നു, പ്രിവിലേജ് ആയിരുന്നു അത്. ഈ 1 രൂപ കയ്യിൽ നിന്ന് കളഞ്ഞു പോയെന്ന് വിചാരിക്കുക. ബസ്സിനകത്ത് ഒരു 50ഓളം പേരുണ്ട്. ആരുടെയെങ്കിലും അടുത്ത് എന്നും കാണുന്ന മനുഷ്യരല്ലേ, ഏകദേശം ഒരേ സമയത്ത് വരുന്നവർ തമ്മിൽ നിരന്തരം കാണുന്നവരായിരിക്കും പഴയ ബസ് യാത്രകൾക്കകത്ത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കളഞ്ഞു പോയ 1 രൂപക്ക് പകരമായിട്ട് 1 രൂപ കടം തരാമോ, നാളെ തിരിച്ചു തരാമെന്നുള്ള പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ? എനിക്കൊന്നും ഒരിക്കലും ആ ധൈര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഭവിച്ച ഒരു ദിവസം ഓർമ്മിക്കുന്നുണ്ട്. അവിടെ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ സാമാന്യം അകലെയുള്ള ഒരിടത്തിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമല്ല ഈ ചോദിക്കുക എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ആ ഒരു പുരാതന ഭയം, മനുഷ്യൻ എന്ന നിലയിലും മാനവരാശി എന്ന നിലയിലും നമ്മുടെ ഒരു പുരാതന ഭയം റിജക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള. കാരണം എല്ലാ റിജക്ഷനുമായി ബന്ധപ്പെട്ട് ഈ അപമാനത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. ആ നിമിഷം നമ്മൾ ആരുമല്ലാതെ ആവുക, നമ്മളുടെ ശിരസ് കുനിഞ്ഞു പോവുക, എന്തൊക്കെ കാര്യങ്ങളാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ഈ മനുഷ്യൻ ഇതിനോടൊന്ന് ഒരു പ്രൂഫ് ഉണ്ടാക്കാനായിട്ട്, ഇതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറയുന്ന കണക്കൊരു വാക്കാണ്. അയാളുടെ ബുക്കിൻ്റെ പേര് പോലും റിജക്ഷൻ പ്രൂഫ് എന്നാണ്. അപ്പോൾ റിജക്ഷനെ ഒന്ന് ഉപരോധിക്കുകയോ അല്ലെങ്കിൽ പ്രതിരോധിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ മനുഷ്യൻ പതുക്കെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ 100 റിജക്ഷൻ അനുഭവങ്ങളിലൂടെ പോകാനായിട്ട് തീരുമാനിക്കുക. അത് തുടങ്ങുന്നത് ഒരു സെക്യൂരിറ്റി അടുക്കൽ ചെന്നിട്ട് ഒരു $100 ചോദിച്ചുകൊണ്ടാണ്. അപരിചിതനായൊരു മനുഷ്യൻ വഴിയിൽ കെട്ടിടത്തിന് കാവൽ നിൽക്കുന്ന ഒരാളുടെ അടുക്കൽ ചെന്നിട്ട് $100 ചോദിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് റിജക്റ്റ് ചെയ്യപ്പെടണം. അതിനകത്ത് വേറെന്താണ് മറ്റു വഴികളുള്ളത്? പക്ഷേ ഇത്തരം അനുഭവങ്ങളുടെ ഇയാൾ പതുക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഇയാൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് എല്ലാവരും എല്ലായ്പ്പോഴും നമ്മൾ റിജക്റ്റ് ചെയ്യുന്നില്ല. ചിലരെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ അളവാണ് കൂടുതൽ. ഇയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇയാൾ റിജക്റ്റ് ചെയ്യുമെന്ന് കരുതിയ ചില ഇടങ്ങളിലൊക്കെ മനുഷ്യർ കുറേ കൂടി ഉദാരരാകുന്നു, കുറേ കൂടി ജനറസ് ആവുന്നു, ഇയാളുടെ ആവശ്യങ്ങൾ അന്വേഷിക്കുന്നു. പതുക്കെ ഈ റിജക്ഷൻ എന്ന് പറയുന്ന അനുഭവമായിട്ട് ഇയാളുടെ മനസ്സിനെ ഒന്ന് സമരസപ്പെടുത്തിയെടുക്കുക. ഇയാൾ എത്തുന്ന ഒരു കൺക്ലൂഷനൊക്കെ ഉണ്ട്. അതിങ്ങനെയാണ്, ഈ റിജക്ഷൻ അത്ര മോശപ്പെട്ട അനുഭവമൊന്നുമല്ല. റിജക്ഷൻ ഒരു വെർഡിക്റ്റും അല്ല. ഒരു കാര്യത്തിനും ഇത് എന്നേക്കുമായിട്ട് നടക്കുന്ന വിധിവാചകമൊന്നുമല്ല ഒരു റിജക്ഷൻ എന്ന് പറയുന്നത്. ഒരു താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഒരു തോന്നൽ മാത്രമാണ് റിജക്ഷന് കാരണം. നാളെ ഈ റിജക്ഷൻ്റെ മീതെ മനുഷ്യർ കുറേ കൂടി ശ്രദ്ധാലുക്കളാവാം, മനുഷ്യർ കുറേ കൂടി പരിഗണന നൽകിയേക്കാം. അതുകൊണ്ട് ഈ റിജക്ഷനിൽ മനമെടുക്കരുതെന്ന് പറയാനായിട്ടാണ് ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ച വേറൊരു കാര്യം കൂടിയുണ്ട്. എല്ലാ റിജക്ഷനും ഒരു പരിമിതി ഉണ്ടെന്നാണ് പറയുക. ഒരു കാര്യം റിജക്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു എണ്ണം ഉണ്ടെന്നാണ് പറയുക. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിജക്ഷൻ പോകുന്നില്ല. പതുക്കെ നേരത്തെ ഉള്ള അത്രയും ധാർഷ്ട്യം ഈ റിജക്റ്റ് ചെയ്ത മനുഷ്യർക്ക് ഉണ്ടാവുന്നില്ല. അവർ കുറച്ചുകൂടി നമ്മളോട് എമ്പതറ്റിക് ആവുന്നു, കുറച്ചുകൂടി നമ്മുടെ കാരണങ്ങളോട് സെൻസിറ്റിവിറ്റി പുലർത്തുന്നു. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ വേദപുസ്തകത്തിൻ്റെയൊക്കെ ഭാഷയിൽ ഈ നിരന്തരം കൊട്ടിക്കൊണ്ടിരിക്കുക, നിരന്തരം ചോദിക്കുക എന്നൊക്കെ പറയുന്നതായിരിക്കും വാസ്തവത്തിൽ. പ്രാർത്ഥനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ കാലത്തിൽ നമ്മൾ രൂപപ്പെട്ടൊരു ബോധം എന്ന് പറയുന്നത് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ ആയിരുന്നു. ഈ 19-ാം വയസ്സ് വരെ അങ്ങനെയൊക്കെ തന്നെയാണ് പുലർത്തിയിരുന്നത്. പക്ഷേ യേശു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊക്കെ ഇത്തിരി ഒന്ന് ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ്
നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ മുമ്പേ അതറിയുന്ന പിതാവിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാനും പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചത് വാസ്തവത്തിൽ പഠിപ്പിക്കാൻ കുറച്ചുകൂടി ഒരു യങ്ങർ ഗ്രൂപ്പിനോട് പറയാനൊക്കെ ശ്രമിച്ചതാണ്. പക്ഷേ ഈ ചോദിക്കുന്നതിനകത്തൊരു ഘടകമില്ലേ? ഈ മനുഷ്യനകത്ത് കണ്ടെത്തിയ ഒരു കാര്യം ഇതാണ്, ഈ ചോദിക്കുന്ന കാര്യങ്ങൾക്കകത്തൊരു യേസ് ഇന്നോ നാളെ ഉണ്ടാവും നമ്മൾ പറയുന്നത്. അത് ഈ മനുഷ്യനുള്ള വിശ്വാസമാണ്. മനുഷ്യൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാത്തിരിപ്പാനുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്ഷമാശീലത്തിൽ കിട്ടുന്നൊരു പ്രതിഫലമാണ് ഇത് വാസ്തവത്തിൽ. ചോദിക്കുന്നതിനകത്ത് വേറെയും ചില കാര്യങ്ങളുണ്ട്. ചോദിക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യത്തിലേക്ക് ഡിസിപ്ലിൻ ആവുക എന്നുള്ള, നമ്മുടെ മുഴുവൻ ബോധവും ഒരു കാര്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള. അപ്പോൾ ഈ ചോദിക്കലുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളൊക്കെ ഗുണപരമായിട്ട് മാറുന്നുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ ഒന്ന് തലയിൽ കൂടി ഓടിയ വിചാരങ്ങളാണ്. എന്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഗുരു ഈ ചോദിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്? അത് മനുഷ്യനുള്ള വിശ്വാസവാസ്തല്ലേ. ഒരിടത്ത് നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ, നിങ്ങൾ എത്ര ദുഷ്ടരായ മാതാപിതാക്കന്മാരാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് കൊടുക്കാതിരിക്കുമോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, മുട്ട ചോദിക്കുമ്പോൾ പകരം ഇന്നത് കൊടുക്കാതിരിക്കുമോ? തേളിനെ കൊടുക്കുമോ? അല്ലെങ്കിൽ പകരം കല്ല് കൊടുക്കുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു അതിനകത്ത് വളരെ രസകരമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ദുഷ്ടരായ നിങ്ങൾക്ക് പോലും അറിയാം മക്കൾക്ക് എന്താ ആവശ്യം എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം റിജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം കാര്യങ്ങൾ എന്നേക്കുമായിട്ട് അടഞ്ഞു പോകുന്നുള്ളതല്ല. വാസ്തവത്തിൽ ഈ പുസ്തകം വായിച്ചു തീർക്കുമ്പോഴേക്കും ഈ റിജക്ഷൻ ഒരു മോശപ്പെട്ട കാര്യമായിട്ടല്ല ഈ മനുഷ്യൻ എണ്ണുന്നത്. അയാൾ ചില കാര്യങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഈ റിജക്ഷൻ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ സഹായിച്ചെന്നൊക്കെ അയാൾ അവസാന അധ്യായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നത് ഒന്ന് പങ്കുവെച്ച് ഏറ്റവും റിജക്റ്റ് ചെയ്യപ്പെട്ട ആ മനുഷ്യനെ നമസ്കരിച്ച് ഈ ഒരു വിചാരം അവസാനിപ്പിക്കാമെന്ന് കരുതുക. ഈ മനുഷ്യൻ കണ്ടെത്തുന്ന ഗുണപരമായ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ഞാൻ കടന്നുപോയ അനുഭവങ്ങൾ എന്നെ കുറേ കൂടി എമ്പതിയുള്ളൊരു മനുഷ്യനാക്കി മാറ്റി. പലപ്പോഴും എതിരെ നിൽക്കുന്ന മനുഷ്യർ കടന്നു പോകുന്ന വിഷമങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ നമുക്കൊരു എൻട്രി ഇല്ല വാസ്തവത്തിൽ. നമുക്കത് വളരെ പാസിംഗ് ആയൊരു സംഭവം മാത്രമാണ്. അയാൾക്ക് എന്തോ ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, എന്തോ ചില കാര്യങ്ങൾ അയാൾ അലട്ടാനുണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് അയാൾ നിങ്ങളെ സമീപിച്ചതെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ റിഫ്ലക്ഷനിലേക്ക് വരുന്നത് പോലുമില്ല. ഇപ്പോൾ നിരന്തരമായ ഇത്തരം അനുഭവങ്ങൾക്ക് ബോധപൂർവം വിധേയപ്പെട്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലായി എതിരെ നിൽക്കുന്ന ആളെ കേൾക്കുക, അയാൾ എന്തിനു വേണ്ടിയാണ് അന്വേഷിക്കാൻ തുടങ്ങിയ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇയാളെ കുറേ കൂടി ഭേദപ്പെട്ട മനുഷ്യനാക്കി മാറ്റിയ. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കാല് അവൻ്റെ ഷൂവിൽ വെക്കേണ്ട ബാധ്യതയുണ്ട്. അതൊരു ഫ്രൈസാണ് വാസ്തവത്തിൽ. അവൻ്റെ ഷൂവിൽ വെക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരാളെക്കുറിച്ച് ധാരണ ഉണ്ടാവുകയുള്ളൂ. അത്തരമൊരു ധാരണ, അത്തരമൊരു മനുഷ്യപ്പറ്റി മനുഷ്യനിൽ വൈകാതെ രൂപപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇത് ഈ മനുഷ്യൻ്റെ വാല്യൂ സിസ്റ്റത്തെ കണ്ടെത്താൻ ആളെ സഹായിച്ചു. കാരണം നിരന്തരമായിട്ട് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടും ചില കാര്യങ്ങൾക്കകത്തുനിന്ന് പുറത്തു പോകാനായിട്ട്, പിന്നോട്ട് പോകാനായിട്ട് ഇയാൾക്ക് പറ്റുന്നില്ല. വാസ്തവത്തിൽ അതാണ് ഇയാളുടെ വാല്യൂ സിസ്റ്റം. നിരന്തര നിരാശങ്ങളിൽ കടന്നു പോയിട്ടും നിങ്ങൾ എന്തിനോടാണ് അഡ്ഹറൻ്റ് ആവുന്നത്, നിങ്ങൾ എന്തിനോടാണ് ചേർന്ന് പിടിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് അർപ്പിക്കുന്നത്, അതാണ് നിങ്ങളുടെ വാല്യൂ സിസ്റ്റം. ഒരു സാധാരണ ജീവിതത്തിനകത്ത് നമുക്ക് ഒരിക്കലും ഈ വാല്യൂ സിസ്റ്റം പിടുത്തം കിട്ടത്തില്ല. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഈ മനുഷ്യർ ഫിൽറ്ററിങ് ഉണ്ടാവുക. അതിനകത്ത് അടിഞ്ഞൊരു കാര്യമാണ് ഇയാളുടെ ഏറ്റവും വലിയ വാല്യൂ സിസ്റ്റം. മൂന്നാമതായിട്ട് പുതിയ ചില ഓപ്പണിംഗ് ആരംഭിക്കുക. അല്ലെങ്കിൽ ലൈഫ് ഇങ്ങനെ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഒരു സ്റ്റിൽ പോയിൻറ്റിലോട്ട്, സ്റ്റാഗ്നൻ്റ് പോയിൻറ്റിലോട്ട് കാര്യങ്ങൾ എത്തുന്നുണ്ടാകും. ഇപ്പോൾ ഈ റിജക്ഷൻ വരുന്നത് കൊണ്ട് പുതിയ വഴികൾ, പുതിയ മേച്ചിൽപ്പുറങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഒരു പുഴയ്ക്ക് തലയണ വെക്കുന്ന കണക്കാണ്. നമ്മൾ അതെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒഴുക്കിന് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ, നിരന്തരമായിട്ട് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അതിന് പുതിയ ഒഴുക്കുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ സ്വന്തം വഴികളെ ഒന്ന് പുതുക്കാനും പുതിയ വഴികൾ കണ്ടെത്താനും ഒക്കെ ഈ റിജക്ഷൻ അയാളെ സഹായിച്ചെന്നാണ് പറയുക. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട അയാൾ കരുതുന്ന ഒരു കാര്യം ഇതാണ്, ഒരു വലിയൊരു ഫ്രീഡം കിട്ടിയ. എന്താണ് ആ ഫ്രീഡം? ഫ്രീഡം ടു ആസ്ക്, ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം. വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയുടെയൊക്കെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ അതല്ലേ. നമ്മൾ എന്തുമാത്രം മോശം മനുഷ്യരായിരിക്കാം, എന്തുമാത്രം പൊടിപുരണ്ട മനുഷ്യരായിരിക്കാം, എന്നിട്ടും വി ഹാവ് എ ഫ്രീഡം ടു ആസ്ക്. ആ വലിയ സ്വാതന്ത്ര്യമാണ് ഈ റിജക്ഷൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ റിജക്ഷൻ പ്രൂഫിൻ്റെ വേണ്ടി അയാൾ നടത്തിയ എക്സ്പെരിമെൻറ്റിൽ നിന്ന് അയാൾ ഏറ്റവും വലിയ പ്രതിഫലമായിട്ട്, ഏറ്റവും വലിയ ഗുണമായിട്ടൊക്കെ എണ്ണുന്നത്. ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ്, ഈ റിജക്റ്റ് ചെയ്യപ്പെട്ട മനുഷ്യർ പിന്നീട് ഉള്ള കാലങ്ങളിൽ എത്ര ഭംഗിയായിട്ടാണ് ഓർമ്മിക്കപ്പെടുന്നത്. ഈ റിജക്ഷന് ഒരു സൗന്ദര്യമുണ്ട്, ഒരു കത്തുന്ന സൗന്ദര്യം. നിങ്ങൾക്ക് കുറച്ച് സാഹിത്യത്തോടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന സാഹിത്യത്തിലെ ചില കഥാപാത്രങ്ങളൊക്കെ ഓർമ്മിച്ച് നോക്കൂ.
അത് നോസ്ത്രദാമിലെ കൂനാവാം, അല്ലെങ്കിൽ ചാർലി ചാപ്ലിൻ പടങ്ങളിലെ എപ്പോൾ വേണമെങ്കിലും റിജക്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഭീതി നടക്കുന്ന കഥാപാത്രങ്ങളാവാം, നമ്മുടെ ഓടയിൽ നിന്നുള്ള പപ്പു ആവാം, അല്ലെങ്കിൽ ടാഗോറിൻ്റെ റായ്ചറിനാവാം. ഇവരൊക്കെ വാസ്തവത്തിൽ പറയുന്നത് റിജക്ഷൻ തങ്ങളുടെ കാലത്ത് സംഭവിച്ച ഒരു മോശപ്പെട്ട അനുഭവമാണെങ്കിലും കാലം അവരുടെ ഓർമ്മയെ ഏറ്റവും ഭംഗിയായിട്ടാണ് കൊണ്ടാടുന്നത്. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.